എത്ര നാളായിടി ഇതുപോലെ നീ വിളമ്പി വെച്ചത് കഴിച്ചിട്ട്. ചേച്ചി, ഈ സാമ്പാറിന്റെ ടേസ്റ്റ് ഞങ്ങൾ എത്ര മിസ് ചെയ്യുന്നറിയോ? അതെന്തിനാ മിസ് ചെയ്യുന്നത്? മുത്തശ്ശിയോട് പറഞ്ഞ മുത്തശ്ശി ഉണ്ടാക്കി തരില്ലേ? മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് ഇപ്പൊ ഓർമ്മയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാക്കി തന്നാല് ഒന്നെങ്കിലും ഉപ്പ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറെ മുളകിട്ട് വെക്കും. എടി എടി, ചേച്ചിയെ കണ്ടപ്പോ കാല് മാറലടി. ഉണ്ടാക്കി തരുന്നതിനെ ഒരു നന്ദിയൊക്കെ വേണം. നന്ദി വേണമെങ്കില് ഒരു വലിയ ബോർഡില് മുത്തശ്ശിക്ക് നന്ദിന്ന് എഴുതി വെച്ച് വീടിന്റെ ഉമ്മർത്ത് വെക്കാം. എന്താടി നീ മുത്തശ്ശിയോട് തറുതല പറയുന്നത്? കൊറേ നാള് കഴിഞ്ഞ് കാണുന്നതും ഞാൻ നോക്കില്ല. ഒരൊറ്റ അടി വെച്ചെറിഞ്ഞ. അടിച്ചോ? ഇനിയും ചീത്ത പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അങ്ങനെ പറയുമ്പോഴല്ലേ നന്ദിനി ഞങ്ങളുടെ അമ്മയാവും. നല്ല വിഷമമുണ്ട് ചേച്ചി. ചേച്ചി ഇല്ലാതെ പറ്റുന്നില്ല. കഴിക്ക്. മക്കളെ, അവിടുന്ന് പോന്നപ്പോ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന് ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കരുതെന്ന്. അവര് പറഞ്ഞോട്ടെ അച്ഛാ. ആ, തെങ്ങന്തോപ്പിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? തേങ്ങയൊക്കെ വെട്ടാൻ കൃത്യമായിട്ട് ആൾക്കാർ വരുന്നില്ലേ? ഇപ്പൊ നമ്മുടെ പശുവിനെ കറക്കുന്ന ആരാ? എന്താ അച്ഛനൊന്നും പറയാത്തെ? ഏത് തെങ്ങുന്തോപ്പ്? നമ്മളിപ്പോ നമ്മുടെ പഴയ വീട്ടിലല്ല ചേച്ചി താമസിക്കുന്നേ. അവിടുന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടോ? ആര്? ചേച്ചിയുടെ അമ്മായിയമ്മ തന്നെ, ഇവിടുത്തെ പത്മ മേഡം. അല്ല, അത് പിന്നെ മോളെ. എന്താ അച്ഛാ അവിടെ ഉണ്ടായത്? എന്താ അവിടെ സംഭവിച്ചെന്ന്? ഞാൻ പറയാം. ഞാനേ തീരുമാനം പറഞ്ഞ തന്നോടാ. ഇനി ഒരു നിമിഷം പോലും ആ കുടുംബം ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇറക്കണം. ഇറങ്ങാൻ മടിച്ച എല്ലാത്തിനും കൂടി തീ കൊളുത്തി കൊന്നേക്ക്. എന്താണോ നോക്കി നിൽക്കുന്നത്? എല്ലാം വാരി വലിച്ച് പുറത്തേക്കിട്. എല്ലാം കേട്ടി കഴിഞ്ഞില്ലടാ? കഴിഞ്ഞണ്ണ.